സ്പാർക്കിൽ അല്ലെങ്കിൽ ജി സ്പാർക്കിൽ ഡയസ്നോൺ എൻട്രി എങ്ങനെ വരുത്താം എന്നും ഡയസ്നോൺ പ്രഖ്യാപിച്ച ദിവസത്തിൽ ഓഫീസിൽ ഹാജരാകാത്ത ജീവനക്കാരുടെ സാലറി എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ജി സ്പാർക്ക് അല്ലെങ്കിൽ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ യൂസർ കോഡ് പാസ്വേഡ് കൊടുക്കുക. ഡി ഡിയുടെ യൂസർ കോഡും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. സ്പാർക്കിൽ ഡി ഡിയുടെ ലോഗിൻ വഴി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഇത് എല്ലാവർക്കും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പരിചയമുള്ളൊരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഡയസ്നോൺ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിലേക്ക് പോവുക. സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദ മന്ത്, സാലറി മാറ്റേഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചേഞ്ചസ് ഇൻ ദ മന്ത് ആണ്. ചേഞ്ചസ് ഇൻ ദ മന്തിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഡയസ്നോൺ എന്ന ഓപ്ഷനുണ്ട്. ഇവിടെ ബാച്ച് ഡയസ്നോൺ എന്നൊരു ഓപ്ഷനും ഡയസ്നോൺ ക്യാൻസലേഷൻ, അങ്ങനെ 2 ഓപ്ഷനുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ബാച്ച് ഡയസ്നോൺ. ഡയസ്നോൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയസ്നോണും, തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഡയസ്നോൺ ക്യാൻസലേഷനാണുള്ളത്. നമ്മൾ തൽക്കാലം ബാച്ച് ഡയസ്നോൺ ക്ലിക്ക് ചെയ്യുന്നു. ഡയസ്നോൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് കിട്ടുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കും, അതിനുശേഷം ഓഫീസ് കാണിക്കും. ഇവിടെ ഒരു ഫ്രം ഡേറ്റും ടു ഡേറ്റും ഉണ്ട്. ഫ്രം ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസമാണോ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ദിവസം. ടു ഡേറ്റ് എന്ന് വെച്ചാൽ എന്ന് വരെയാണോ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ദിവസം. അപ്പോൾ നമുക്ക് സർക്കാർ ഉത്തരവ് നോക്കാം. ഗവൺമെൻറ് ഉത്തരവ് നമുക്ക് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 9 ജൂലൈ 2025 സ്ട്രൈക്ക് ചെയ്ത ജീവനക്കാരുടെ സാലറി ഡയസ്നോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 2025 സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡയസ്നോൺ പ്രഖ്യാപിച്ചത് 9 ജൂലൈ 2025 വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് 2025 എന്ത് ചെയ്യേണ്ടത്? സാലറി ഡിഡക്ഷൻ വരുത്തേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും സ്പാർക്കിൻ്റെ പേജിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ നമ്മുടെ ഡേറ്റ് അറിയാം, ഏത് ദിവസമാണ് ഡയസ്നോൺ വരുത്തിയിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ടു ഡേറ്റും ഒറ്റ ദിവസം മാത്രമേ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 9/7/2025 കൊടുക്കേണ്ടത്. അടുത്ത നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമാണ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ സാലറിയിൽ നിന്നാണ് ഡയസ്നോൺ പിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ മാസം സെലക്ട് ചെയ്ത് ഓഗസ്റ്റ്. ഇയർ സെലക്ട് ചെയ്യണം 2025. അതിനുശേഷം എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം. ഏതൊക്കെ എംപ്ലോയീസിനാണ് ഡയസ്നോൺ ബാധകമാക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് എംപ്ലോയീസ് കൊടുത്താൽ നമ്മുടെ ഓർഗനൈസേഷനിലെ മുഴുവൻ ജീവനക്കാരുടെയും പേര് ഇവിടെ വരും. ഇവിടെ ഏത് ജീവനക്കാരനാണോ ഡയസ്നോൺ ദിവസത്തിൽ ഹാജരാകാതിരുന്നത് അദ്ദേഹത്തിന് ഡയസ്നോൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നേരെയുള്ള ടിക്ക് സെലക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും? അദ്ദേഹത്തിന് ഡയസ്നോൺ ആഡ് ആയിക്കോളും. ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡയസ്നോൺ ആഡ് ആയിക്കോളും. അദ്ദേഹത്തിൻ്റെ റിക്കവറിയിൽ എന്ത് വന്നോളും? ഡയസ്നോൺ റിക്കവറി വന്നോളും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോർമലായിട്ട് ബില്ല് പ്രോസസ്സ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓഗസ്റ്റ് മാസത്തിലെ ബില്ല് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഡയസ്നോൺ ആഡ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്തൊരു ബില്ലാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ജീവനക്കാരൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബേസിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഡയസ്നോൺ എൻട്രി വരുന്നത് എക്സ് പേ എന്ന് പറഞ്ഞിട്ടാണ്. ഡയസ്നോൺ റിക്കവറി വന്നിരിക്കുന്നത് എക്സ് പേ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ സാലറി എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവറി ചെയ്തിട്ടുണ്ട്. ഡയസ്നോൺ എൻട്രി വരുത്തിയപ്പോൾ അബദ്ധത്തിൽ നമ്മളൊരു ജീവനക്കാരന്, അതായത് ഡയസ്നോൺ ദിവസം ഓഫീസിൽ ഹാജരായ ഒരു ജീവനക്കാരന് അബദ്ധത്തിൽ നമ്മൾ ഡയസ്നോൺ എൻട്രി ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ഡയസ്നോൺ എങ്ങനെ ക്യാൻസൽ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് സാലറി മാറ്റേഴ്സിൽ പോവുക, ചേഞ്ചസ് ഇൻ ദ മന്ത് എടുക്കുക, അതിനുശേഷം ഡയസ്നോൺ എടുക്കുക, ഡയസ്നോൺ ക്യാൻസലേഷൻ സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഡയസ്നോൺ ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാനും ഓഫീസ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുക, ഓഫീസ് കൊടുക്കുക. അതിനുശേഷം ആണോ ഡയസ്നോൺ ക്യാൻസൽ ചെയ്യേണ്ടത് അയാളുടെ പേര് സെലക്ട് ചെയ്യുക. പേര് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെ വരും അല്ല എക്സിസ്റ്റിംഗ് ഡയസ്നോൺ ഡീറ്റെയിൽസ് വരും. ഫ്രം ഡേറ്റ് 9/7/25, ടു ഡേറ്റ് 9/7/25. അതിനുശേഷം നമ്മൾ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വലതുവശത്തുള്ള ഒരു ടേബിളിലേക്ക് വരും. റിക്കവറി എമൗണ്ട് ഒക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഓർഡർ നമ്പർ, ഓർഡർ ഡേറ്റ്, റീസൺ ഫോർ ക്യാൻസലേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഫോർവേഡ് ഫോർ അപ്രൂവലിന് വേണ്ടിയിട്ട് വിടുക. ഇവിടെ ഫോർവേഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? സാലറി മാറ്റേഴ്സിൽ പോയിട്ട് ഡി ഡിയുടെ ലോഗിൻ ആയതുകൊണ്ട് ചേഞ്ചസ് നമ്മതിൽ പോയി ഡയസ്നോൺ ക്യാൻസലേഷൻ എടുത്ത് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഡയസ്നോൺ എന്താവും?